എന്ത് വേണം? എന്താ? ഇവിടെ ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നില്ലേ? ആ പറഞ്ഞിരുന്നു. ആള് വന്നോ? അല്ലല്ല, ആള് ഞാൻ തന്നെയാ. നിങ്ങളോ? അതെ, കാര്യങ്ങളൊക്കെ മൂന്ന് സാറിനോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പോലെ ഒരാളെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അയ്യോ, ഒന്നിക്കേ. ഞാൻ നല്ലൊരു വിലക്കാരനാ. ചേച്ചി പറഞ്ഞ ആളാണോ നോക്കി? അയ്യോ, എന്നെ പറഞ്ഞേക്കരുത് സാർ. ഞാൻ എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം. എടാ കൊച്ചനെ, ഇവർക്ക് ആവശ്യം ഒരു പെമ്പറന്നോരെയാ. കറിക്കരിയണം, തുണി നനയ്ക്കണം, ഈ വീട് തൂത്തു തുടക്കണം, പിന്നെ കൊച്ചിനെ നോക്കണം. എനിക്കറിയാം, ഈ പറഞ്ഞ ജോലികളൊക്കെ ഞാൻ ചെയ്യാം. അത് ശരിയാവില്ലേ ചേച്ചി? ഇനി വന്നു. അയ്യോ, എന്നെ ഈ ചെക്ക എവിടേക്ക് അങ്ങോട്ട് പോണേ? നീ ഇവിടെ നിൽക്കാൻ. അല്ല, ഞാൻ അതെന്നാ ശരിയാവാത്തെ? അവനെ കണ്ടിട്ടൊരു പാവാണെന്നാ തോന്നുന്നത്. അല്ലെങ്കിൽ പിന്നെ മൂന്നിന് ഇങ്ങോട്ട് പറഞ്ഞയക്കൂ. എന്നാലും ചേച്ചി, ഞാനും മോളും മുത്തശ്ശനും മാത്രമല്ലേ ഉള്ളൂ. ഒരു പരിചയമില്ലാത്തൊരു പുരുഷനെ എങ്ങനെയാ ഇന്ന്? കയ്യിൽ വന്ന വീണ ഭാഗ്യം തട്ടിക്കളയരുത്. ഇന്നത്തെ കാലത്ത് സ്ത്രീകളെക്കാൾ ഭേദം പുരുഷന്മാരാ. അനു അവന്റെ മുഖം ശ്രദ്ധിച്ചോ? പരമഭക്തനാവൻ. കൊള്ളരുതാത്തൊന്നും അവൻ ചെയ്യില്ല. ഇനിയിപ്പോ ഒന്നും ആലോചിക്കാനില്ല. കറിയച്ചൻ അങ്ങോട്ടേന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കും. ചെല്ലെന്ന് എന്നെ പറഞ്ഞു വിടരുത് സാർ. അങ്ങനെ പറയരുത് സാർ. എനിക്കാരുമില്ല സാർ. തളർവാദം പിടിച്ചെടുക്കുന്ന ഒരു അമ്മ മാത്രം. മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ജോലി കിട്ടി കാണണം എന്നുള്ളത് അമ്മയുടെ അവസാനത്തെ ആഗ്രഹം. അവരുടെ ആനന്ദക്കണ്ണീർ കണ്ടുകൊണ്ടാ ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത്. ഇനി ഒരു ജോലിയില്ലാതെ എന്നെ കണ്ടാൽ അവർക്കത് താങ്ങാനാവില്ല സാർ. അമ്മയില്ലാതെ ഞാൻ വീട്ടിലേക്ക് പോകില്ല സാർ. സാർ പ്ലീസ് എന്നെ കൈവിടരുത്. ഞാനും എന്റെ അമ്മയെ ആത്മഹത്യ ചെയ്യുന്ന സാറിനെ കാണേണ്ടി വരും സാർ. സാർ ഒരു കുടുംബം സമ്മതിക്കണ്ടേ? എന്നെ കൈവിടരുത്. കാല് പിടിക്കാൻ സാർ. പ്ലീസ്. തന്റെ പേരെന്താ? വാസുദേവൻ. പ്രവാസുദേവനാ? അത് വീട്ടുപേരാ. പ്രാവു പുരയ്ക്കൽ വാസുദേവൻ. അതെന്താ, തന്റെ അപ്പന് പ്രാവിടുത്തുണ്ടായിരുന്നു? അച്ഛനല്ല, മുത്തച്ഛന്. മരിക്കുന്നത് വരെ പ്രാവുകൾ മുത്തച്ഛനൊരു ഹരമായിരുന്നു. പണ്ടൊരിക്കലേ മുത്തച്ഛനും പ്രാവുകളും തമ്മിൽ ഒരു പ്രാവും പക്ഷി. അതെന്താ, പ്രാവിനെ പറ്റി ഇവിടെ പറയാൻ പാടില്ല? പാടില്ല. എടോ, തനിക്ക് അടുക്കള പണിയൊക്കെ അറിയോ? ഓഫ് കോഴ്സ് മാഡം, ഐ ക്യാൻ ഡു. താനിപ്പോ എന്താ പറഞ്ഞേ? തനിക്ക് ഇംഗ്ലീഷ് അറിയൂ? ആരോടും പറയരുന്ന് ആഗ്രഹിച്ചതാ. ഇനിയിപ്പോ എന്തിനാ വിളിക്കുന്നത് സാർ? BS വരെ പഠിച്ചൊരു ചെറുപ്പക്കാരനാണ് സാർ ഞാൻ. അതൊന്നും എനിക്കൊരു ശാപമാ. കൂലിപ്പണി ചെയ്യാന്ന് വെച്ചാൽ പോലും ആരും തരുന്നില്ല. ഒരു അഭ്യസ്തവിദ്യനായ ചെറുപ്പക്കാരോടുള്ള സിമ്പതി എനിക്കിവിടെ ഒന്ന് പറയാനുള്ളൂ. ആ സിമ്പതി എന്നോട് കാട്ടരുത്. വാസുദേവ സാർ പ്ലീസ്. നീ അടുക്കളയൊക്കെയല്ലേ? എന്നിട്ട് ജോലി തുടങ്ങിക്കോ. സാർ ഞാൻ ഒരിക്കലും. പിന്നെ താൻ അടുക്കളയിലോട്ടില്ലേ? മോളെ, നമ്മുടെ പുതിയ സെർവന്റാ. ഞാനല്ല അവിടെ. വാസുദേവ, മുത്തശ്ശന് കൃത്യമായി മരുന്ന് കൊടുക്കണം. 11 മണിക്ക് കുളിക്കാൻ ചൂടുവെള്ളം. കുളി കഴിഞ്ഞാൽ ഹോർലിക്സ്. മോള് രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. നിർബന്ധിച്ച് കഴിപ്പിക്കണം. കേക്കും ബിസ്ക്കറ്റൊക്കെ ഷെൽഫിലുണ്ട്. മോളെ, മാമ പോവാണേ. ബൈ. പിന്നെ എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ച വാസുദേവനെ ഞാൻ വെറുതെ വിടില്ല. അയ്യോ വേണ്ട, മോള് വന്നാ പിന്നെ വാസുദേവൻ ആരാ കൂട്ട്? വാസുദേവന് ചിക്കുനെയാ ഇഷ്ടം. വാസുദേവൻ നല്ല ആളാ മോളെ. പപ്പിനെ പോലും ഒന്നല്ല. മോക്കെ ഐസ്ക്രീം ഉണ്ടാക്കി തരും, പായസം ഉണ്ടാക്കി തരും. അല്ലേ വാസുദേവ? പിന്നെ കണ്ടോ, മമ്മിയുടെ ചക്കര മോള് നല്ല കുട്ടിയായിട്ട് നിക്കണം കേട്ടോ. ഫ്രണ്ടിലെ വാതിലടച്ചോളൂ. മുത്തശ്ശൻ ഞാൻ പോവാ. പിന്നെ മാഡം എന്താ? ലവ് ഒന്നുമില്ല. പിന്നെ മാഡം പ്ലീസ്. പോയോ? തനിക്ക് എന്താണോ എന്നോടൊരു ഇഷ്ടക്കുറവ്? മുത്തശ്ശൻ ഞങ്ങള് നെഞ്ചത്തി ഔട്ടി കളിച്ചോണ്ടിരിക്കുക.
താനെന്താ വിളിച്ചത്? ഇയാളെന്നോ? മര്യാദക്ക് സംസാരിച്ചോണം. അവിടെ നിൽക്കാൻ നിന്നെ ഞാൻ ഞങ്ങള് പാപത്തിൽ കളിക്കുക. താനെന്താ വിളിച്ചു പോയത്? ഞാൻ തന്നെ തല്ലിന്നോ? ആള് കൊള്ളാമല്ലോ. എനിക്കിട്ട് പാര വെച്ചോണ്ടല്ലോ. എന്തെങ്കിലും കഴിക്ക്. അതെ, അത് ഞാൻ തീരുമാനിച്ചോളാം. അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാ വന്നിരിക്കുന്നത്. കൂടുതൽ വിളച്ചിലെടുത്താണ്ടല്ലോ, ഇത് അടുപ്പിലോട്ട് വെച്ചിട്ടേ ഉടുപ്പ് അങ്ങോട്ട് പൊക്കിട്ട് നല്ല ഷൂന്ന് വെച്ചു. ഹലോ ഹലോ, വാസുദേവനാ? ഞാനാ അനു. എങ്ങനെയുണ്ട് മോൾ? എന്തെടുക്കുക? വല്ല പ്രശ്നമുണ്ടോ? ഏയ്, ഒരു പ്രശ്നമില്ല. മോള് മിടിക്കല്ലേ. ഭക്ഷണം എടുത്തു വെച്ച് കഴിഞ്ഞു. എടുത്ത് പഠിക്കും. അതെ, കഴിക്കാൻ പോകുന്നു. കഴിച്ചോണ്ടിരിക്കുകയാണ്. മോള് തമാശ കളിച്ചോണ്ട്. ഓക്കെ 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 മാഡം. ഇനി എന്റെ സ്വഭാവം മാറ്റരുത്. മര്യാദക്ക് ഞാൻ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിച്ചോളാം. കഴിയേ. ഇനി മുതൽ താൻ എന്ത് കഴിക്കണം, എങ്ങനെ കഴിക്കണം, എപ്പ കഴിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ. ആ, ഗോഡ് തന്നെ. കഴിക്കാനാ പറഞ്ഞത്. സാറ് തന്നെ തുറച്ചു നോക്കുന്നു. പ്രശ്നമൊന്നുമില്ലല്ലോ. ഏയ്, ഒന്നുമില്ല. കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. കുട്ടിയുടെ കാര്യമല്ല ഞാൻ ചോദിച്ചത്, തന്റെ. എനിക്കോ? വിളഞ്ഞ വിത്ത സൂക്ഷിക്കണേ. ഗുരുതരായിട്ടുള്ള പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മടിക്കണ്ട. ഏയ്, ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കറിയ പെറ്റ്സ് കോർണറിലേക്ക് ഫോൺ ചെയ്താൽ മതി. ഇതിനെ ശരിയാക്കാനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. കൊഞ്ചിച്ച് വളർത്തിയിട്ടാണ്. നല്ല കലേമയുടെ അടി കൊടുത്തോണ്ടല്ലോ. നേരെയാവാത്ത കേസൊന്നുമില്ല. പിശാചുക്കള്, ഞാൻ ഇവിടെ നിക്കണ. ഏയ്, ഒരു കുഴപ്പമില്ല. സാറ് പോയിക്കോ. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാലറിയും. ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല. നീ വാ, താഴത്തേക്ക് പോയി. ഞാൻ ശരിയാക്കി തരാം. ഞാൻ അയ്യോ, താൻ ഒരൊറ്റ ആളാണ് ഇതിന് മുഴുവൻ കാരണം. മര്യാദയ്ക്ക് ഇത് മുഴുവൻ കഴിച്ചോണം. കഴിക്കടി. അടി വായിൽ കുത്തിക്കിട്ട് ഞാൻ. ഞങ്ങൾ ഓടിത്തൊട്ട് കളിക്കാം. കൂവി വിളിക്കലടി, അടിച്ച് പുറം പൊളിക്കും ഞാൻ. ഇതൊക്കെയാണ് നിന്റെ കയ്യിലിരിപ്പല്ലേ? നിന്നെ നേരെയാക്കാമെന്ന് ഞാനൊന്ന് നോക്കട്ടെടി. ആദ്യം നിന്നെ കയ്യിലെടുത്തിട്ട് വേണം നിന്റെ തള്ളയെ കയ്യിലെടുക്കാൻ. എനിക്ക് ഇവിടെ കിടക്കടി. എന്റെ അടുത്ത് വിളച്ചിരുന്നു. കൂവി വിളിച്ചോ? ആരും കേൾക്കാൻ പോകുന്നില്ല. ഹലോ, good morning. Could I speak to the managing director? Thank you. Good morning, sir. I am Prakash Menon here. ഹലോ പ്രകാശ്. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാ ജോയിൻ ചെയ്തേ? അത് പിന്നെ സാർ, സോറി, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എനിക്കൊരു 15 days ഗ്യാപ്പ് കൂടി വേണം.
യാ ഒരു പുതിയ കൺസ്ട്രക്ഷനാ. നോ 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 ഇറ്റ്സ് എ പ്രൈവറ്റ് ഫേം. നോ യു ഹാവ് ടു കം. സർ യു ആർ റിയലി സെൽഫിഷ് ഇൻ യുവർ പ്രൊഫഷൻ. ഏയ് അതല്ല, നമ്മുടെ പുതിയ മുസാഫിർ പ്രോജക്ട് ഒരു ചലഞ്ചിങ് വർക്കാണ്. പ്രകാശിന് അതൊരു ത്രില്ലായിരിക്കും. നോ ഡൗട്ട്. കഴിയുന്നവേ ഞാൻ എത്തിക്കോളാം. ഓക്കെ പ്രകാശ്, വി വിൽ ഡിസ്കസ് ഇറ്റ്. താനെന്താടോ വല്ല മന്ത്രവാദം നടത്തിയോ? എന്താ സാർ? മിസ്റ്റർ പ്രകാശ് മേനോൻ വിളിച്ചിരുന്നു. അയാൾക്ക് തൽക്കാലം ജോയിൻ ചെയ്യാനാവില്ലെന്ന്. താങ്ക് ഗോഡ്. താൻ സന്തോഷിക്കൊന്നും വേണ്ട, തൽക്കാലത്തേക്കാ. കൂടിപ്പോയ 10-15 ദിവസം. പുതിയൊരു വർക്കിൽ പെട്ടു പോയത്രേ. ഏതായാലും പ്രോജക്റ്റ് ഒന്നും താമസിപ്പിക്കണ്ട, യു പ്രൊസീഡ്. പിന്നെ തന്റെ ഈ മുന്നറിയിപ്പില്ലാത്ത ലീവ് എടുപ്പുണ്ടല്ലോ, അതൊന്ന് നിർത്തണം. ഇനി അങ്ങനെ ഉണ്ടാവില്ല സാർ. എനിക്കൊരു നല്ല സെർവന്റിനെ കിട്ടി. ഏയ് തനിക്ക് വിശക്കൊന്നുമില്ല. അങ്ങനെ വിശന്നാലേ മേൽപോട്ട് നോക്കി വായും പൊളിച്ചേക്ക്. അങ്ങനെ വിശന്ന ഒരു രക്ഷയില്ല. ആകെ ഇവിടെ ഉള്ളത് മുഴുവൻ ഞാൻ തിന്നു കഴിഞ്ഞു. പോയി കിടന്നുറങ്ങാൻ നോക്ക്. മാമയോടോ അമ്മയോടോ അമ്മൂമ്മയോടോ ആരോട് വേണേൽ ചെന്ന് പറ. ഹലോ, ബിൽഡേഴ്സ് ഇന്ത്യ അല്ലേ? ഞാൻ ചിക്കുവാ. അനൂപിലെ ഒന്ന് വിളിക്കുവോ? എന്തോ സൈറ്റിലോ? താങ്ക് യു. എടോ, തന്റെ മമ്മയ്ക്കും ബിൽഡേഴ്സിന്റെ ആണോ പണി? ചോദിച്ചു കേട്ടില്ലേ? തന്റെ മമ്മയ്ക്ക് പിള്ളை ചീഫ് ആർക്കിടെക്ട് ബിൽഡേഴ്സ് ഇന്ത്യ കൊച്ചി. ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ല മോളെ. എനിക്കൊരു അബദ്ധം പറ്റിയതാ, ഞാൻ പോവാ. തനിക്ക് എന്നെ ഇഷ്ടമല്ലോ, എങ്ങോട്ടെങ്കിലും. പിന്നെന്താ പോന്ന് പറഞ്ഞില്ലേ? താൻ ഭയങ്കര ശല്യക്കാരിയാ. ഇഷ്ടമല്ല ഇഷ്ടമല്ല ഇഷ്ടമല്ല.
ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചിക്കുമായിട്ട് കൂട്ടായല്ലോ. വാസുദേവൻ ശരിക്കും ബുദ്ധിമുട്ടി കാണുമല്ലേ? ഏയ് ഒന്നും ഉണ്ടായില്ല. ചിക്കു നല്ല കുട്ടിയാ. ഈ പ്രായത്തിൽ ഇമ്മാരിയുള്ള കുട്ടികളെ കാണാനേ കിട്ടില്ല. മിടുക്കിയാ. മിടുക്ക് വാസുദേവന്റെ. സത്യത്തിൽ ഞാൻ തിരികെ വരുമ്പോ വാസുദേവൻ ഇവിടെ ഉണ്ടാവോന്ന് പോലും എനിക്ക് സംശയമായിരുന്നു. ആ സമയം ഒരുപാടായി. വാസുദേവന് പോണ്ടേ? അല്ല ഇന്നിത്രയും വൈകിയതുകൊണ്ട്. എന്താ? അല്ല ഇത്രയും വൈകിയത്. സോറി, ഇന്ന് അല്പം ലേറ്റായി. ആ നാളെ മുതൽ നേരത്തെ എത്താം. വാസുദേവൻ പൊയ്ക്കോളൂ. അല്ല മാഡം നാളെ നേരത്തെ വരണം. ഇന്ന് ഞാൻ ഇങ്ങനെ